അങ്ങനെ നമ്മുടെ മലയാളത്തിന് സ്വന്തം ലാലേട്ടനും തമിഴകത്തിൻ്റെ തല അജിത് കുമാറും ഒന്നിക്കാൻ പോവുകയാണ്. അതൊരു തമിഴ് ചിത്രത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നത്. ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആദിക് രവിചന്ദ്രൻ ആരെ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ സിനിമ ഗുഡ് ബാഡ് അഗ്ലിയാണ്. ആ സിനിമയ്ക്കാണെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ ഒരു മിക്സഡ് പരിപാടി വന്നെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് റിപ്പോർട്ടോടെ പുറത്തു വന്നൊരു സിനിമയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ്. അജിത് ഫാൻസുകാരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു രീതിക്ക് ഫാൻ ബോയ് മൂവ്മെൻറ്റായിട്ട് ആഘോഷിച്ചൊരു സിനിമയാണ്. ആ ഒരു ഡയറക്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എവിടെ ഒരു സീൻ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൈ അടിക്കും എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാവുന്നൊരു ഡയറക്ടറാണ് ആദിക് രവിചന്ദ്രൻ എന്നുള്ള. ഒരു നായകനെ എങ്ങനെ പ്ലേസ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗമൊക്കെ എത്രത്തോളം പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ ഒരു വ്യക്തതയുള്ളൊരു നല്ലൊരു സംവിധായകനാണ്. അപ്പം സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിൽ തമിഴകത്തിൽ ഈ ഒരു പേര് കേട്ട നടന്മാരിലെ മുൻനിരയിലുള്ളൊരു നടൻ തന്നെയാണ് നമ്മുടെ തല അജിത്ത് എന്ന് പറഞ്ഞ ആക്ടർ. അതേപോലെ തന്നെ മലയാളത്തിലാണെങ്കിലും സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിൽ മുൻനിരയിലുള്ളൊരു നടനാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ക്രീൻ പ്രസൻസ് ഉള്ള ആ ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ട് പേരോട് ചേരുമ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു മാജിക് ആയിരിക്കും ആദിക് രവിചന്ദ്രൻ്റെ ഈ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമ. ശ്രീലീല ആയിരിക്കും ഈ ഒരു സിനിമയിലെ ഒരു നായികയായിട്ട് വരുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നീണ്ടു പോകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ചെന്നിരിക്കുന്നത്. പക്ഷേ ലാലേട്ടൻ്റെ ഡേറ്റ് ഇഷ്യൂ ഒരു പ്രശ്നമായിട്ടാണ് ഈ ഒരു പടത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ അവർ ഒഫീഷ്യലായിട്ടൊന്ന് അനൗൺസ് ചെയ്യാതിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും തമിഴ്നാടും കേരളം ഒരേ ലെവലിൽ കത്തും എന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടുമില്ല. കേരളത്തിലാണെങ്കിലും നല്ല രീതിക്കത്തെ കളക്ഷനൊക്കെ ഈ സിനിമയ്ക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്ത് ഉള്ളതുകൊണ്ട് സാധാരണ വരുന്ന ഒരു അജിത് സിനിമയെക്കാട്ടിലും കൂടുതൽ സ്വീകാര്യത കിട്ടാനും സാധ്യതയുണ്ട്. നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലിക്കകത്തൊക്കെ അജിത്തിനെയൊക്കെ പ്ലേസ് ചെയ്ത പോലെ തന്നെ ഇവരെ രണ്ടുപേരും അജിത്തിനെയും അതേപോലെ തന്നെ ലാലേട്ടനെയും കൂടെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ രോമാഞ്ചിഫിക്കേഷൻ്റെ അയ്യരുകളെയായിരിക്കും ഒരു പടം മൊത്തം. എന്തായാലും ഈ ഒരു സിനിമ ഈ ഒരു പ്രോജക്റ്റ് അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്യട്ടെ. ലാലേട്ടനാണെങ്കിൽ ഡേറ്റ് ഇഷ്യൂ ഒക്കെ സെറ്റായിട്ടൊരു ഡേറ്റാണ് അവർക്ക് കൊടുക്കട്ടെ എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വിജയ് ലാലേട്ടൻ കോംബോ കണ്ടു, സൂര്യ ലാലേട്ടൻ കോംബോ കണ്ടു. ഇനി നമുക്ക് തല അജിത്തും ലാലേട്ടനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു കോമ്പിനേഷനിൽ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷനിലുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.